ഇപ്പോൾ നമ്മൾ കേൾക്കുവാൻ പോകുന്ന വചനം എസെക്കിയേൽ 37 അധ്യായത്തിൽ ദൈവം എസെക്കിയേലിനെ കാണിച്ച വറ്റിയ അസ്ഥികളുടെ താഴ്വരയിലെ അത്ഭുത ദർശനം. ദൈവം എങ്ങനെ മരിച്ചവർക്കും പ്രതീക്ഷയില്ലാത്തവർക്കും ജീവൻ പകരുന്നുവെന്ന്. എസെക്കിയേൽ 37 അധ്യായം 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ. അസ്ഥികളുടെ താഴ്വര. കർത്താവിൻ്റെ കരം എൻ്റെ മേൽ വന്നു. അവിടുന്ന് തൻ്റെ ആത്മാവിനാൽ എന്നെ നയിച്ച് അസ്ഥികൾ നിറഞ്ഞ ഒരു താഴ്വരയിൽ കൊണ്ടുവന്ന് നിർത്തി. അവിടുന്ന് എന്നെ അവയുടെ ചുറ്റും നടത്തി. അവ വളരെയേറെ ഉണ്ടായിരുന്നു. അവ ഉണങ്ങി വരണ്ടിരുന്നു. അവിടുന്ന് എന്നോട് ചോദിച്ചു, മനുഷ്യപുത്ര, ഈ അസ്ഥികൾക്ക് ജീവിക്കാനാകുമോ? ഞാൻ പറഞ്ഞു, ദൈവമായ കർത്താവേ, അങ്ങയ്ക്കറിയാമല്ലോ. അവിടുന്ന് എന്നോട് അരുളി ചെയ്തു, ഈ അസ്ഥികളോട് നീ പ്രവചിക്കുക. വരണ്ട അസ്ഥികളെ, കർത്താവിൻ്റെ വചനം ശ്രവിക്കുവിൻ എന്ന് അവയോട് പറയുക. ദൈവമായ കർത്താവ് ഈ അസ്ഥികളോട് അരുളി ചെയ്യുന്നു, ഇതാ ഞാൻ നിങ്ങളിൽ പ്രാണൻ നിവേശിപ്പിക്കും. നിങ്ങൾ ജീവിക്കും. ഞാൻ നിങ്ങളുടെ മേൽ ഞരമ്പുകൾ വെച്ച് പിടിപ്പിക്കുകയും മാംസം വളർത്തുകയും ചർമ്മം പൊതിയുകയും ചെയ്യും. നിങ്ങൾ ജീവൻ പ്രാപിക്കും. ഞാനാണ് കർത്താവെന്ന് അപ്പോൾ നിങ്ങൾ അറിയും. എന്നോട് കൽപ്പിച്ചതുപോലെ ഞാൻ പ്രവചിച്ചു. ഞാൻ പ്രവചിച്ചപ്പോൾ ഒരു ശബ്ദമുണ്ടായി, ഒരു കിരികിരാ ശബ്ദം. വേർപെട്ടുപോയ അസ്ഥികൾ തമ്മിൽ ചേർന്നു. ഞാൻ നോക്കിയപ്പോൾ ഞരമ്പും മാംസവും അവയുടെ മേൽ വന്നിരുന്നു. ചർമ്മം അവയെ പൊതിഞ്ഞിരുന്നു, എന്നാൽ അവയ്ക്ക് പ്രാണനുണ്ടായിരുന്നില്ല. അവിടുന്ന് എന്നോട് അരുളി ചെയ്തു, മനുഷ്യപുത്ര, ജീവശ്വാസത്തോട് പ്രവചിക്കുക. മനുഷ്യപുത്ര, ജീവശ്വാസത്തോട് പറയുക, ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, ജീവശ്വാസമേ, നീ 4 വായുക്കളിൽ നിന്ന് വന്ന ഈ നിഹിതന്മാരുടെ മേൽ വീശുക. അവർക്ക് ജീവനുണ്ടാകട്ടെ. അവിടുന്ന് കൽപ്പിച്ചതുപോലെ ഞാൻ പ്രവചിച്ചു. അപ്പോൾ ജീവശ്വാസം അവരിൽ പ്രവേശിച്ചു. അവർ ജീവൻ പ്രാപിച്ചു. വളരെ വലിയൊരു സൈന്യം പോലെ അവർ എഴുന്നേറ്റ് നിന്നു. ഈ വചനത്തിൻ്റെ ഉള്ളിലേക്ക് കടക്കുമ്പോൾ എന്താണ് ഈ വചനം നമ്മെ പഠിപ്പിക്കുന്നത്? വരൂ, നമുക്ക് നോക്കാം. ദൈവം പ്രവാചകൻ എസെക്കിയേലിനെ വറ്റിയ അസ്ഥികളാൽ നിറഞ്ഞ ഒരു താഴ്വരയിലേക്ക് കൊണ്ടുപോകുന്നു. ആ അസ്ഥികൾ പ്രതീക്ഷയും ജീവനും നഷ്ടപ്പെട്ട ജനങ്ങളെ പ്രതിനിധീകരിക്കുന്നു. ദൈവം എസെക്കിയേലിനോട് ചോദിക്കുന്നു, ഈ അസ്ഥികൾക്ക് ജീവിക്കാനാകുമോ? എസെക്കിയേൽ മറുപടി പറയുന്നു, കർത്താവേ, അങ്ങേക്കറിയാം. അപ്പോൾ ദൈവം അവനോട് പറയുന്നു, ഈ അസ്ഥികളോട് വചനം പറയുക. എസെക്കിയേൽ ദൈവവചനം സംസാരിക്കുമ്പോൾ അസ്ഥികൾ തമ്മിൽ ചേർന്ന് മാംസവും ചർമ്മവും വളർന്നു, പക്ഷെ ജീവൻ ഉണ്ടായിരുന്നില്ല. പിന്നെ ദൈവം അവനോട് കൽപ്പിക്കുന്നു, ജീവശ്വാസമേ, ഈ മരിച്ചവരിൽ വീശി അവർക്ക് ജീവൻ തരിക. അങ്ങനെ പ്രവചിച്ചപ്പോൾ ശ്വാസം അവരിൽ കടന്ന് അവർ ജീവിച്ചു, വലിയൊരു സൈന്യം പോലെ എഴുന്നേറ്റു. ഇതിലൂടെ ദൈവം കാണിക്കുന്നത്, മനുഷ്യർക്ക് അസാധ്യമായിടത്തും ദൈവത്തിന് ജീവൻ പകരാൻ കഴിയും. വറ്റിപ്പോയ പ്രതീക്ഷകളെയും മരിച്ച ആത്മാക്കളെയും ദൈവം തൻ്റെ ആത്മാവിനാൽ പുനരുജ്ജീവിപ്പിക്കും. ദൈവവചനവും ദൈവത്തിൻ്റെ ആത്മാവും ചേർന്നാൽ മരിച്ചിടത്തും പുതിയ ജീവൻ ഉളവാകും. ദൈവവചനം നമ്മൾ നിരന്തരം പഠിക്കുകയും അതനുസരിച്ച് നമ്മുടെ ജീവിതം മുന്നോട്ട് നയിക്കുകയും ചെയ്യുക. അപ്പോൾ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം ദൈവത്തിൻ്റെ അനുഗ്രഹത്താൽ നിറയും. കൂടുതൽ ദൈവത്തിൻ്റെ വചനങ്ങൾ കേൾക്കുവാനും മനസ്സിലാക്കുവാനും പഠിക്കുവാനും വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വചനവുമായി നിങ്ങളെ വീണ്ടും കാണാം.